ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 76. നമ്മൾ 42ാമത്തേതായിട്ട് കൈവല്യോപനിഷത്താണ് നോക്കുന്നത്. അതിൽ 3ാമത്തെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ. ഇതിൽ എന്നിലൂടെ എല്ലാറ്റിലും ബ്രഹ്മത്തെ ദർശിക്കുവാൻ പറയുകയാണ്. അപ്പം ഇവിടെ ഞാൻ തന്നെയാണ് ബ്രഹ്മം എന്ന നിലയിൽ എത്തിക്കൊണ്ടുള്ള പരാമർശങ്ങളാണ്. വേറെ തന്നെയൊന്നുമല്ല ബ്രഹ്മം, ഞാൻ തന്നെയാണ് ബ്രഹ്മം. ആ അവസ്ഥയിൽ അതിനെ ദർശിക്കുവാൻ പറയുകയാണ്. ഇപ്പം എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഏതസ്മാജ്ജായതേ പ്രാണോ മനഃ സർവേന്ദ്രിയാണി ച ഖം വായുർജ്യോതിരാപശ്ച പൃഥ്വീ വിശ്വസ്യ ധാരിണി യത്പരം ബ്രഹ്മ സർവാത്മാ വിശ്വസ്യായതനം മഹത് സൂക്ഷ്മാത് സൂക്ഷ്മതരം നിത്യം സത്തവ തത്തവ തത്. പ്രാണനും മനസ്സും ഇന്ദ്രിയങ്ങളും ഇതിൽ നിന്നുത്ഭവിക്കുന്നു. അതിൽ നിന്നുത്ഭവിക്കുന്ന പഞ്ചഭൂതങ്ങളിലൂടെ സർവചരാചരങ്ങളെയും അത് ധരിക്കുന്നു. ഏതൊരു പരബ്രഹ്മമാണോ ഒരിക്കലും നശിക്കാത്തത്, ആരെയാണോ ഒരു യന്ത്രത്തിലൂടെയും കാണാനാകാത്തത്, എല്ലാറ്റിൻ്റെയും ആധാരം ആരാണോ ആ സർവഭൂതങ്ങളുടെയും ആത്മാവായ അത് നീ തന്നെയാണ്. പ്രാണനും മനസ്സും ഇന്ദ്രിയങ്ങളും ഇതിൽ നിന്നും ഉത്ഭവിക്കുന്നു. നമ്മുടെ ഉള്ളിലുള്ള ജീവാത്മാവ്, പരമാത്മാവുണ്ട്. പരമാത്മാവ് പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന പരമാത്മാവ് നമ്മിലുമുണ്ട്. അതിൽ നിന്നും നമ്മുടേതായുള്ള ഒരു ജീവാത്മാവുണ്ട്. ആ ജീവാത്മാവിലൂടെയാണ് നമ്മൾ മായാലോകത്തിലേക്കെല്ലാം സംഗതികൾ അറിയാതെ എല്ലാം ബ്രഹ്മമാണ് ജയിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാതെ എല്ലാം ഞാനാണ് ചെയ്യുന്നത് എന്ന വിശ്വാസത്തിൽ പോകുന്നതാണ് മായാലോകം. അപ്പോഴാണ് എന്തുണ്ടാകുന്നത്? അതിൽ നിന്നാണ് പ്രാണനും മനസ്സും ഇന്ദ്രിയങ്ങളും എല്ലാം ഉത്ഭവിച്ചത്. ആ പരമാത്മാവിൽ നിന്നാണ് ജീവാത്മാവിലൂടെ പ്രാണനും മനസ്സും ഇന്ദ്രിയങ്ങളും എല്ലാം ഉണ്ടായിരിക്കുന്നത്. അപ്പം ഈ ജീവാത്മാവിനെ പരമാത്മാവിൽ ലയിപ്പിക്കുമ്പോൾ നമ്മളെ മനസ്സും ഇന്ദ്രിയങ്ങളും എല്ലാം നിശ്ചലമാണ്. പ്രാണനുണ്ടാവും, പ്രാണക്രമത്തിൽ പോവുകയും ചെയ്യും. അതിൽ നിന്നും ഉത്ഭവിക്കുന്ന പഞ്ചഭൂതങ്ങളുടെ സർവചരാചരങ്ങളെയും അത് ധരിക്കുന്നു. അതിലൂടെയാണ് അപ്പം പ്രാണനുണ്ടാകുന്നുണ്ട്, മനസ്സുണ്ടാകുന്നുണ്ട്, ഇന്ദ്രിയങ്ങൾ ഉണ്ടാകുന്നുണ്ട്, പിന്നെ പഞ്ചഭൂതങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പഞ്ചഭൂതം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പഠിക്കുന്നത് തന്നെയാണ് കര, ദ്രവ, വാതക, ഊർജ്ജം, പിന്നെ ഈ പ്രപഞ്ചവും. അങ്ങനെ 5 ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇവിടെ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനെയും ഒന്നിക്ക് കരരൂപത്തിലാവാം, അല്ലെങ്കിൽ ദ്രവരൂപത്തിലാവാം, അല്ലെങ്കിൽ വായു രൂപത്തിലാവാം, അല്ലെങ്കിൽ ഊർജ്ജമായിട്ടാകാം. പിന്നെ ഉള്ളത് കുറേ ഗോളങ്ങളടങ്ങിയ പ്രപഞ്ചവുമാണ്. അതിലൂടെയാണ് നമ്മുടെ ശരീരവും നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിലൊന്നുണ്ട് പഞ്ചഭൂതങ്ങളുണ്ട്. ഭൂമിക്ക് സമാനമായിട്ടുള്ള അല്ലെങ്കിൽ ഖര സമാനമായിട്ടുള്ളതാണ് ഈ പല്ലും നഖവും എല്ലാം. ജലസമാനമായിട്ടുള്ള ദ്രവരൂപത്തിലുള്ളതാണ് രക്തവും വിയർപ്പും എല്ലാം. വായുവും. നമ്മളെ അകത്ത് അഗ്നി ഊർജ്ജങ്ങളെല്ലാം ഉണ്ട്. ആകാശമാണ് ഗ്രഹങ്ങളിലൂടെ നമ്മളെ, നാഡികളിലൂടെയെല്ലാം നമ്മളെ നിയന്ത്രിക്കുന്നത്. അപ്പം ഇതെല്ലാം ഇങ്ങനെയാണ് ഉണ്ടായത് എന്ന് ചുരുക്കി വിവരിക്കുകയാണ്. പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ചതാണ്. അതിൽ ആകാശവും കയറി വരുന്നുണ്ട്. അതെല്ലാമാണ് നമ്മുടെ ശരീരത്തെ മനസ്സിലൂടെയും പ്രാണനിലൂടെയും ഇന്ദ്രിയങ്ങളിലൂടെയും എല്ലാം നമ്മളെ ആക്റ്റീവാക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ ജീവിക്കുന്നത്. അപ്പോൾ അതിനെല്ലാം ചരാചരങ്ങളെയും പഞ്ചഭൂതങ്ങളെല്ലാം ധരിക്കുന്നു. ഏതൊരു പരബ്രഹ്മമാണോ ഒരിക്കലും നശിക്കാത്തത്, ആരെയാണ് ഒരു യന്ത്രത്തിലൂടെയും കാണാനാകാത്തത്, എല്ലാറ്റിൻ്റെയും ആധാരം ആരാണോ സർവഭൂതങ്ങളുടെയും ആത്മാവായ അത് നീ തന്നെയാണ് എന്ന് പറയുകയാണ്. അപ്പം ഇതെല്ലാമായത് ഏതാണ്? ബ്രഹ്മമാണ് ഇതെല്ലാമായി മാറിയത്. പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ അതാണ് ബ്രഹ്മം. അപ്പം ഇന്ന് സയൻസിന് അറിയുന്നതെന്ന് പറഞ്ഞാൽ ഇലക്ട്രോണും പ്രോട്ടോണും കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം, പിന്നെ എനർജി കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം നിർമ്മിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എല്ലാം ഇലക്ട്രോണും പ്രോട്ടോണും എനർജിയും കൂടിയതാണ്. അത് ശാസ്ത്രത്തിൻ്റെ സയൻസിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രസ്താവനയാണ്. എല്ലാം ഇലക്ട്രോണും പ്രോട്ടോണും തന്നെ ഒരു പ്രത്യേക രൂപത്തിൽ അറേഞ്ച് ചെയ്തപ്പോൾ ഇങ്ങനെ തോന്നിയാണ്. എല്ലാ കെട്ടിടം അമ്പലമായാലും പള്ളിയായാലും ഓഫീസായാലും സിനിമാശാലയായാലും എല്ലാം നിർമ്മിച്ചത് കട്ട കൊണ്ടാണ്. എല്ലാം കട്ട തന്നെയാണ്. പലതരത്തിൽ അറേഞ്ച് ചെയ്ത് വെച്ച് തന്നെയാണ്. കുറേ കോൺക്രീറ്റും അതും ഇതെല്ലാം ഉണ്ട്. എല്ലാത്തിലും ഉള്ളത് ഒരേ സാധനങ്ങളെല്ലാം തന്നെ. അപ്പം ആ അർത്ഥത്തിൽ മനസ്സിലാക്കണം. അപ്പോൾ ബ്രഹ്മമാണ് ഇലക്ട്രോൺ പ്രോട്ടോൺ എന്ന് ശാസ്ത്രം. ഇത് ഈ ഇലക്ട്രോണും പ്രോട്ടോണും എല്ലാം ഉണ്ടായിരിക്കുന്ന വസ്തുവിൻ്റെ പേര് ബ്രഹ്മമാണെങ്കിൽ ബ്രഹ്മം കൊണ്ടാണ് ഈ പ്രപഞ്ചമെല്ലാം ആയിരിക്കുന്നത്. അപ്പോൾ ഏതൊരു പരബ്രഹ്മമാണോ ഒരിക്കലും നശിക്കാത്തത്, അപ്പം നശിക്കാത്ത ഒരു വസ്തു ഏതായിരിക്കും? ഏതിൽ നിന്നാണോ ഈ പ്രപഞ്ചം ഉണ്ടായത് അതാണ് ഒരിക്കലും നശിക്കാത്തത്. ബാക്കിയെല്ലാം നശിച്ചില്ല. ഇപ്പം ഇലക്ട്രോണും പ്രോട്ടോണും നശിക്കില്ല. പക്ഷേ നമുക്ക് വേണ്ടിക്ക് തേങ്ങേനെ കരിച്ചു കളയാം, ചെടീനെ കരിച്ചു കളയാം. എന്നാലും അതിലുള്ള ഇലക്ട്രോണിനെയും പ്രോട്ടോണിനെയും ഒന്നും നശിപ്പിക്കാൻ പറ്റില്ല. അതെപ്പോഴും ഉണ്ടാവും. അപ്പറിയുന്നത് പോലെ ഇവൻ കെട്ടിടങ്ങളെല്ലാം പല പള്ളികളും അമ്പലങ്ങളും കെട്ടിടങ്ങളും എല്ലാം പൊളിച്ചാലും കട്ടയിലപ്പോൾ പൊടിഞ്ഞു പോകും. എന്നാലും ഉദാഹരണത്തിന് പറയുകയാണ്, എല്ലാം പൊളിച്ചു കഴിഞ്ഞാൽ അവസാനം കിട്ടുന്ന കുറേ കട്ടയാണ്. പക്ഷേ ആ കട്ടയിനി എല്ലാം പൊളിച്ചാൽ അവസാനം എല്ലാം ഉണ്ടാക്കിയിരിക്കുക ഇലക്ട്രോണും പ്രോട്ടോണാണ്. അപ്പോൾ ഇലക്ട്രോണും പ്രോട്ടോണും നാശമില്ല എന്ന് പറയുന്നത് പോലെ പ്രപഞ്ചമല്ല ഇലക്ട്രോണും പ്രോട്ടോണും നശിച്ചാലും കിട്ടുന്നത് ഏതായിരിക്കും? ബ്രഹ്മമായിരിക്കും. കാരണം എല്ലാം ഉണ്ടായിരിക്കുന്ന ബ്രഹ്മത്തിൽ നിന്ന്. അങ്ങനെയുള്ളൊരു സംഗതിയാണ് ആ ബ്രഹ്മം. അപ്പോൾ ഏതൊരു പരബ്രഹ്മമാണോ ഒരിക്കലും നശിക്കാത്ത, അപ്പോൾ ഒരിക്കലും നശിക്കാത്തത് എന്താണ്? എന്തിനെ കൊണ്ടാണോ ഈ പ്രപഞ്ചം ഉണ്ടായത് അതാണ് ഒരിക്കലും നശിക്കാതെ നിൽക്കുന്ന സംഗതി. അത് ബ്രഹ്മമാണ്. സയൻസിലൂടെ തന്നെ അത് ചിന്തിച്ചാലേ അർത്ഥം മനസ്സിലാവുള്ളൂ. ആരെയാണ് ഒരു യന്ത്രത്തിലൂടെയും കാണാനാകാത്തത്? അതിന് ഒരു സയൻസിലൂടെയും അതിനെ കാണാൻ പറ്റില്ല. ഇലക്ട്രോണും പ്രോട്ടോണും എല്ലാം നമുക്ക് യന്ത്രങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് കാണാൻ പറ്റും. ഊർജത്തെയും വേറെ രൂപത്തിലെല്ലാം കാണാം. പക്ഷെ അതുണ്ടായിരിക്കുന്ന ബ്രഹ്മത്തെ ഒരു യന്ത്രവും ഉപയോഗിച്ചാലും കാണാൻ പറ്റില്ല. കാരണം അതിന് രൂപവുമില്ല, ഭാവവുമില്ല, ഒരു ഗുണവുമില്ലാത്ത സംഗതിയാണ്. ഒരു ഗുണമില്ലാത്ത സാധനത്തെ എങ്ങനെ പിന്നെ തിരിച്ചറിയുന്ന? രൂപമില്ല, ഭാവമില്ല, ഒന്നുമില്ല. ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഗോളന്മാരി എന്നെല്ലാം പറയും, അല്ലെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്നെല്ലാം പറയും. പക്ഷെ ഇതിന് രൂപമില്ല, ഭാവമില്ല, ഒന്നുമില്ല. പിന്നെ എങ്ങനെ യന്ത്രം കൊണ്ട് കാണാതെ? അങ്ങനെയുള്ളൊരു വസ്തുവിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായത്. അത് സയൻസിലോട്ട് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. എല്ലാറ്റിൻ്റെയും ആധാരം ആരാണോ? അപ്പോൾ ഇതിനെല്ലാം പിന്നിലുള്ള ഈ പ്രപഞ്ചമായി മാറിയത് അതാണ് മാറിയത്. അതിനെന്തോ ഒരു ലക്ഷ്യം വെച്ച് പ്രപഞ്ചമായി മാറി. അപ്പോൾ എല്ലാത്തിൻ്റെ ആധാരം ആരാണ്? എങ്ങനെയാണ് ഇതെല്ലാം പോകണമെന്നെല്ലാം തീരുമാനിക്കുന്നത് അത് തന്നെയാണ്. അപ്പോൾ എല്ലാത്തിൻ്റെ ആധാരം ആരാണോ? സർവഭൂതങ്ങളുടെ, അതായത് ഇവിടെയുള്ള എല്ലാത്തിൻ്റെയും ആത്മാവായ അത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ആത്മാവ്, അതിനാണ് ആത്മാവ് എന്ന് പറയുന്നത്. അത് നീ തന്നെയാണ്. അപ്പം ആ ഇതിൻ്റെ എല്ലാ ആത്മാവ്, എല്ലാ വസ്തുക്കളുടെയും ആത്മാവ്, ആ സത്ത എന്ന് പറയുന്നത്, ഏതിൽ നിന്നുണ്ടായ ആ സത്ത എന്ന് പറയുന്നതിനാണ് ആത്മാവ് എന്ന് പറയുന്നത്. അത് നീ തന്നെയാണ്. അത് ആരോടാണ് പറയുന്നത്? നമ്മളോട് പറയാം. നമ്മൾ തന്നെയാണെന്ന് പറയാം. ചിന്തിക്കണം. ബ്രഹ്മസാക്ഷാത്കാരം നേടുന്നവൻ ഈ കാണുന്നതെല്ലാം ബ്രഹ്മമാണ്. ഞാൻ തന്നെയാണ് ബ്രഹ്മം, വേറെ ബ്രഹ്മമൊന്നുമില്ല. കാരണം ആ ബ്രഹ്മം തന്നെയാണ് ഞാനായി മാറിയത്. അതാണ് ഞാനായി മാറിയത്. അപ്പോൾ ഈ ഞാൻ തന്നെയാണ് എന്ത്? ബ്രഹ്മം. നമ്മളെ ഉള്ളിലുള്ള ആ ഞാൻ എന്ന ചിന്ത തന്നെയാണ് ബ്രഹ്മം. നമ്മൾ ഞാൻ, അപ്പം ഞാൻ ആരാന്ന് ചോദിച്ചാൽ ബ്രഹ്മമാണ്. ഇതെല്ലാം ബ്രഹ്മത്തിൻ്റെ ഒരു ലീലയാണ്. ബ്രഹ്മമാണ് ഈ പ്രപഞ്ചം, ആറ്റങ്ങളും ഇലക്ട്രോണും എല്ലായിട്ട് നമ്മളായിട്ട് മാറിയിട്ട് നമ്മൾ ഉള്ളിൽ കൊണ്ടിരുന്നിട്ട് കളിക്കുന്നത്. അപ്പോൾ ഇനിയെല്ലാം പറയുമ്പോൾ ഞാനാണ് ബ്രഹ്മം, ഞാനാണ് പ്രപഞ്ചമായി മാറിയത് എന്ന് പറയുവാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് മാറണം ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് എത്തുമ്പോൾ. പിന്നെ ബ്രഹ്മമേ ഉള്ളൂ, നമുക്ക് വേറെ ഒന്നുമില്ല. ഇനി അടുത്തത് ജാഗ്രത് സ്വപ്ന സുഷുപ്ത്യാദി പ്രപഞ്ചം യത് പ്രകാശത്തെ തദ് ബ്രഹ്മാഹമിതി ജ്ഞാത്വാ സർവബന്ധൈ പ്രമുച്യത്തെ. ത്രിഷു ധാമസുയ അദ്ഭോഗ്യം ഭോക്താ ഭോഗശ്ച യദ്ഭവേത്
തേഭ്യോ വിലക്ഷണ സാക്ഷി ചിന്മാത്രോഹം സദാശിവ. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്നീ മൂന്നവസ്ഥകളിലും കാണുന്ന ഈ മായാപ്രപഞ്ചം ഞാൻ തന്നെയെന്നും ആ ബ്രഹ്മസ്വരൂപവും ഞാൻ തന്നെയെന്നും മനസ്സിലാക്കുമ്പോൾ സർവവിധ ബന്ധനങ്ങളിൽ നിന്നും മുക്തനാകും. മൂന്നവസ്ഥയിലും അനുഭവപ്പെടുന്ന ഭോഗങ്ങളും ശിവനും ജനിച്ച് മരിക്കുന്ന സർവവും ബ്രഹ്മസ്വരൂപമാണെന്ന് മനസ്സിലാകും. ബ്രഹ്മം ഞാൻ തന്നെയാണ് എന്ന് പറയാൻ പോവുകയാണ്. എല്ലാം ബ്രഹ്മം എന്ന് പറയുന്നതിന് പകരം നമ്മൾ അതിനേക്കാടിയും പോയി ഞാൻ ബ്രഹ്മത്തിൽ ലയിച്ചു, പിന്നെ ഞാൻ തന്നെയാണ് ബ്രഹ്മം. അവസ്ഥയിലേക്ക് പോകണം. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്നീ മൂന്നവസ്ഥകളിലും കാണുന്ന ഈ മായാപ്രപഞ്ചം, ഈ മായാപ്രപഞ്ചം മൂന്നവസ്ഥയിലാണ് നമ്മൾ കാണുന്നത്. നമ്മളെ അടിസ്ഥാനത്തിൽ നമുക്ക് മൂന്നവസ്ഥയാണ് ഉള്ളത്. സ്വപ്നത്തിൽ കാണും, ജാഗ്രതയിൽ കാണും, ഇപ്പോഴത്തെ അവസ്ഥയിൽ കാണുന്നതും. സ്വപ്നത്തിൽ എന്തെല്ലോ കാണുന്നുണ്ടെങ്കിൽ അതും, സുഷുപ്തിയിൽ നല്ല നല്ല ഉറക്കത്തിൽ നല്ല സുഖമായി നിൽക്കുമ്പോഴുള്ള ഏതാണോ അതും. എല്ലാം ഞാൻ തന്നെയാണ്, ഞാനെന്ന ബ്രഹ്മമാകും. ആ ബ്രഹ്മസ്വരൂപവും ഞാൻ തന്നെ എന്നും മനസ്സിലാക്കുമ്പോൾ സർവവിധ ബന്ധനങ്ങളിൽ നിന്നും മുക്തനാണ്. അപ്പൊ എല്ലാം ബ്രഹ്മമാണ്, ഞാനും ബ്രഹ്മമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ സർവ ബന്ധനങ്ങളിൽ നിന്നും മുക്തമാകും. അപ്പം ഞാനും ബ്രഹ്മമാണ്, ആ കാണുന്ന അച്ഛനും ബ്രഹ്മമാണ്, അമ്മയും ബ്രഹ്മമാണ്. പിന്നെ രണ്ടും ബ്രഹ്മമാണെങ്കിൽ പിന്നെ എന്ത് ബന്ധം വന്നിരിക്കുന്നു? അച്ഛനും മകനും എല്ലാം ആകുമ്പോഴാണ് ബന്ധമുള്ളത്, ഭാര്യ ഭർത്താവും എല്ലാം ആകുമ്പോഴാണ് ബന്ധമുള്ളത്. രണ്ടും ബ്രഹ്മമാണെങ്കിൽ പിന്നെ എന്ത് ബ്രഹ്മമാണ്? അത് ഞാൻ തന്നെയാണ് അതും എന്ന് ചിന്തിച്ചു പോയാൽ പിന്നെ അച്ഛൻ്റെ വിദ്യയില്ല, അമ്മേൻ്റെ വിദ്യയില്ല, വിദ്യാഭ്യാസം പഠിപ്പിക്കലും ഇല്ല, ആരെയും പഠിപ്പിക്കാനും പോകില്ല. എല്ലാം ബ്രഹ്മമാണ്. പ്രത്യേകിച്ച് ഒരാളോട് സംസാരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ബ്രഹ്മമാണ്, ആ മുമ്പിൽ നിൽക്കുന്ന ആളും ബ്രഹ്മമാണ്. പിന്നെ എന്തെന്നാ ബ്രഹ്മത്തോടാണോ സംസാരിക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല. ആ അവസ്ഥയിലേക്ക് എത്തണം. ഒന്ന് ചിന്തിക്കുക, ഇതെല്ലാം പറയുമ്പോഴും മനസ്സിലാകാതെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കൊന്നും ഇത് പറ്റില്ല. നമുക്ക് ആ അവസ്ഥയിലൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് ഭൗതിക ലോകത്തിൽ അവരവരുടെ കർമ്മവും ചെയ്തിട്ട് എന്തിനാണോ സൃഷ്ടിച്ചത് ആ കർമ്മം ചെയ്തുകൊണ്ട് ജീവിച്ചിട്ട് പോകുക. നമുക്കൊന്നും ആ ചിന്ത വരില്ല. വരും. നമ്മൾ ആ ഉള്ളിലുള്ള ആ വിചാരങ്ങളിൽ ആ ശക്തി എടുത്തു മാറ്റുമ്പോൾ ഇനി നമുക്കൊരു ജോലിയും തരാനില്ല എന്ന് കാണുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള ആ ശക്തി നമ്മളിൽ ഒരു ആഗ്രഹങ്ങളും ഉണ്ടാക്കില്ല. ആ അവസ്ഥയിലെത്തുമ്പോഴേ നമുക്ക് ഇത് തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നവർക്ക് മനസ്സിലാക്കാം, അത്രേ പറയാൻ പറ്റുള്ളൂ. ഇതൊന്നും പ്രയാസമാണ് ഉൾക്കൊള്ളാൻ. അപ്പോൾ ആ ബ്രഹ്മസ്വരൂപം ഞാൻ തന്നെയെന്ന് മനസ്സിലാകുമ്പോൾ സർവ്വവിധ ബന്ധനങ്ങളിൽ നിന്ന് മുക്തനാകും. അങ്ങനെ ഒരു അവസ്ഥ ഒരാളെ മനസ്സിന് വരികയാണെങ്കിൽ എല്ലാം ബ്രഹ്മമാണെങ്കിൽ പിന്നെ സംസാരിക്കുക പോലും വേണ്ട. ഞാനും ബ്രഹ്മം, അതും ബ്രഹ്മം. പിന്നെ എന്തെന്നാ പരസ്പരം സംസാരിക്കാൻ ഉപദേശിക്കാൻ എന്തിരിക്കുന്നു? വേദം പഠിപ്പിക്കണം. വേറൊരു ബ്രഹ്മത്തെ വേദം പഠിപ്പിക്കുമോ? ആത്മീയത പ്രഭാഷണം നടത്തുമോ? അതൊന്നും നടക്കില്ല. പിന്നെ ജാതി മത സ്പർദ്ധയുണ്ടാവും, ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒരവസ്ഥയിലെത്തും. അപ്പൊ ആത്മീയത ഇതാണ്. ആത്മീയത എന്ന് ഒരാളെ ഞാൻ ആത്മീയവാദി എന്ന് പറയുമ്പോൾ ഈ അവസ്ഥയിലേക്കെങ്കിലും കുറച്ച് ഈ ചിന്താഗതി എന്ന് വേണം, എല്ലാം ഒന്നാണ് എന്നുള്ള ഒരു ചിന്താഗതിയെങ്കിലും മനസ്സിലുണ്ടാക്കിയെടുത്താൽ മാത്രമേ ആത്മീയതയിലേക്ക് പോയിട്ട് കാര്യമുള്ളൂ. എല്ലേ വെറുതെ ഇങ്ങനെ പറഞ്ഞു കിടക്കാം. മൂന്നവസ്ഥയിലും അനുഭവപ്പെടുന്ന ഭോഗങ്ങളും ശിവനും ജനിച്ചു മരിക്കുന്ന സർവവും ബ്രഹ്മസ്വരൂപമാണെന്ന് മനസ്സിലാക്കുക. അപ്പം എല്ലാം ബ്രഹ്മസ്വരൂപമാണെന്ന് ജനിച്ചും മരിക്കുന്ന കാണുന്ന എല്ലാം ബ്രഹ്മമായിട്ട് ആ അവസ്ഥയിൽ എത്തുന്നവരുടെ അവസ്ഥയാണ് ഇത് പറയുന്നത്. നമുക്കിതൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇനി അടുത്തേലും ഇതെല്ലാം തന്നെ പറയുന്നത് നോക്കാം. മയ്യേവ സകലം ജാതം മയി സർവം പ്രതിഷ്ഠിതം മയി സർവം ലയം യാതി തദ് ബ്രഹ്മദ്വയമസ്മൃഹം. അണോരണീയാനഹമേവ തദ്വത് മഹാനഹം വിശ്വമഹം വിചിത്രം പുരാതനോഹം പുരുഷോ ഹരീശോ ഹിരണ്മയോഹം ശിവരൂപമസ്മി. എല്ലാം അതിൽ അഥവാ എന്നിൽ ജനിക്കുന്നു, എന്നിൽ പ്രതിഷ്ഠിതമായിരിക്കുന്നു, അവസാനം എന്നിൽ വിലയം പ്രാപിക്കുന്നു. ആ അദ്വയ ബ്രഹ്മമാണ് ഞാൻ.
ഞാൻ അണുവും മഹത്തിലും മഹത്വമാണ്. ഞാൻ അണുവിലും അണുവും മഹത്തിലും മഹത്വമാണ്. വിചിത്രമായ ഈ പ്രപഞ്ചം എൻ്റെ സ്വരൂപം തന്നെ. ഞാൻ തന്നെ പരമാത്മാവും വിരാട് പുരുഷനും. ഇവിടെ എന്ത് പറയുന്നു? എല്ലാം എന്നിൽ ജനിക്കുന്നു. ഞാനപ്പം ബ്രഹ്മത്തിന്റെ ലെവലിലേക്ക് ഉയർന്നു ഈ മോക്ഷം പ്രാപിച്ചു കഴിഞ്ഞാൽ. അപ്പം പിന്നെ ഞാൻ എന്താ പറയുക, എല്ലാം എന്നിൽ ജനിക്കുന്നു. കാരണം ഞാൻ തന്നെയാണ് ബ്രഹ്മം. പ്രത്യേകിച്ച് വേറൊരു ബ്രഹ്മത്തെ തിരയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ തന്നെ ബ്രഹ്മം. എല്ലാം എന്നിൽ ജനിക്കുന്നു, എന്നിൽ പ്രതിഷ്ഠിതമായി. ഈ ലോകമെല്ലാം എന്നിലാണ് പ്രതിഷ്ഠിതമായിരിക്കുന്നത്. അവസാനം എന്നിൽ വിലയം പ്രാപിക്കും. ഈ പ്രപഞ്ചം മുഴുവൻ പ്രളയം നടന്നിട്ട് വിലയം പ്രാപിക്കുന്നത് എന്നിലാണ്? എന്നിലാണ്. എന്നിലെന്ന് പറഞ്ഞാൽ ഈ ശരീരമല്ല. ഞാനെന്നത് ചിന്തക്കാധാരമായി എന്താണോ ആ ബ്രഹ്മം, ആ ബ്രഹ്മത്തിലേക്ക്, ആ ബ്രഹ്മം തന്നെയാണ് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു കിടക്കുന്നത് പല രൂപത്തിൽ. അപ്പോൾ പ്രളയം നമുക്ക് എന്നിൽ തന്നെയാണ് ലയിക്കുന്നത്. പിന്നെ അല്ലേ എന്നിൽ നിന്ന് വെച്ച് സംസാരിക്കാൻ പറ്റും. പിടികിട്ടുന്നില്ലെങ്കിൽ ഈ അവസ്ഥക്ക് നമ്മൾ പറ്റിയതല്ല. കുറച്ചെങ്കിലും ചിന്തിക്കാൻ കഴിവുള്ളവർ എന്താണ് ഈ പറയുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലാവും. ഇനിയോ, ആ അദ്വൈത ബ്രഹ്മമാണ് ഞാൻ. അദ്വൈത ബ്രഹ്മമാണ്. ഈ പ്രപഞ്ചമായി മാറിത്തീർന്ന ദ്വയമായിട്ടാണ് പ്രപഞ്ചമായി മാറിയത്. എല്ലാം ദ്വയമായിട്ടാണ് പ്രപഞ്ചമായി മാറിയത്. എല്ലാം ദ്വയമാകുന്നതിന് മുമ്പിലുള്ള ഏകമായ ബ്രഹ്മമാണ് ഞാൻ. അപ്പൊ ഇതെല്ലാം ബ്രഹ്മമാണ്. ഇതൊന്നും ദ്വയമായിട്ട് കാണാൻ പാടില്ല. ഞാൻ അണുവിൽ അണുവും മഹത്തിൽ മഹത്വമാണ്. അപ്പൊ ഈ ഞാൻ എന്ന് പറയുന്ന എൻ്റെ ഉള്ളിലുള്ള ആ ചിന്ത അതൊരു അണുവിൽ അണുവാണ്. അതേസമയം ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ബ്രഹ്മവും ഞാൻ തന്നെയാണ്. അതിന് അളവില്ല. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ഒരു യന്ത്രം കൊണ്ടൊന്നും അതിനെ അളക്കാൻ പറ്റുന്ന സംഗതിയല്ല. പ്രപഞ്ചം ഏതിൽ നിന്ന് അതിനെ നമുക്ക് മനസ്സിലാക്കാം. ഇത് ഇപ്പം മനസ്സിലാവില്ല. അടുത്ത വേദങ്ങളിലൂടെ ബ്രഹ്മം എന്താണെന്ന് സയൻസിലൂടെ മനസ്സിലാക്കാം. അപ്പം കുറേ നല്ലവണ്ണം മനസ്സിലാക്കാൻ പറ്റും. വലിയ പ്രയാസമില്ല. പക്ഷെ അതിന് രൂപം ഭാവമൊന്നും ഇല്ലാതെ കൊണ്ട് ഭാവനയിൽ അതിനെ മനസ്സിലാക്കാനേ പറ്റുകയുള്ളൂ. യന്ത്രം കൊണ്ടൊന്നും എടുത്ത് നോക്കി ഇത് മനസ്സിലാക്കാനൊന്നും പറ്റില്ല. ലാബിലൊന്നും എടുത്ത് കാണിക്കാൻ പറ്റുന്ന സംഗതി അല്ല. വിചിത്രമായ ഈ പ്രപഞ്ചം എൻ്റെ സ്വരൂപം തന്നെ. വിചിത്രമായിട്ട് നമ്മൾ ഈ കാണുന്നതെല്ലാം അതിൻ്റെ സ്വരൂപം തന്നെയാണ്. ബ്രഹ്മം തന്നെ ഒരു രൂപത്തിലായതാണ്. ഞാൻ തന്നെ പരമാത്മാവും വിരാട് പുരുഷനും എല്ലാം ഞാൻ തന്നെ. ഇവിടെ ഞാൻ തന്നെ എന്നാണ് പറയുന്നത്. നമ്മൾ ആ സ്ഥിതിയിലെത്തും. ബ്രഹ്മസാക്ഷാത്കാരം നേടുമ്പോൾ അവൻ്റെ അവസ്ഥ അതാണ്. പിന്നെ അതുകൊണ്ടാണ് അവൻ ആരോടും സംസാരിക്കുക ഒന്നും ചെയ്യാത്തത്. അവനെല്ലാം ബ്രഹ്മമേ ഉള്ളൂ. അവൻ്റെ ദൃഷ്ടിയിൽ എല്ലാം ബ്രഹ്മമാണ്. അപ്പോൾ ഒരു ബ്രഹ്മം വേറൊരു ബ്രഹ്മത്തോട് സംസാരിക്കേണ്ട, ബന്ധം സ്ഥാപിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇനിയോ അടുത്തത് അപാണിപാദോഹമചിന്യ ശക്തി പര്യാമ്യചക്ഷു ശൃണോത്യകർണ അഹം വിജാസമി വിവിക്തരൂപോ ന ചാസ്തി വേത്ത മമ ചിത്സദാഹം വേദൈരനേകൈരഹമേവ വേദ്യോ വേദാന്തകൃത് വേദവിദേവ ചാഹം ന പുണ്യപാപേ മമ നാസ്തി നാശോ ന ജന്മദേഹേന്ദ്രിയ ബുദ്ധിതസ്തി ന ഭൂമിതാപോ ന ച വന്യതസ്തി ന ചാനിലോ മമ അസ്തി ന ചാംബരം ച ഏവം വിദിത്വാ പരമാത്മരൂപം ഗുഹാശയം നിഷ്കളമദ്വിതീയം സമസ്തസാക്ഷിം സദസദ്വിഹീനം പ്രയാതി ശുദ്ധം പരമാത്മരൂപം. കൈകാലുകളില്ലാത്തതും അചിന്ത്യശക്തിയുമുള്ള പരബ്രഹ്മം ഞാൻ തന്നെ. എന്നെ ആർക്കും അറിയുവാനും മനസ്സിലാക്കുവാനും പറ്റില്ല. ബുദ്ധി കൂടാതെ സകലതും അറിയുവാനും കേൾക്കുവാനും കണ്ണില്ലാതെ കാണുവാനും എനിക്ക് കഴിവുണ്ട്. ഞാൻ തന്നെ വേദം. സൃഷ്ടിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്ന വേദങ്ങൾ എന്നെ സ്തുതിക്കുന്നു. എനിക്ക്
ജനന മരണനാശമില്ല. ഞാൻ മനോബുദ്ധിക്ക് അതീതനാണ്. പാപപുണ്യങ്ങൾ എനിക്കില്ല. എനിക്ക് ആകാശമോ ജലമോ ഭൂമിയോ ഒന്നുമില്ല. ആ മായകൾക്കെല്ലാം അതീതനാണ് ഞാൻ. അതിനാൽ അവയവങ്ങളുടെ സഹായമില്ലാതെ ബുദ്ധിയുടെ കോണിലൂടെ പരമാത്മ സ്വരൂപം അറിയുന്നവന് മാത്രം എന്നെ സാക്ഷാത്കരിക്കാനാകും. കൈകാലുകളില്ലാത്തതും അചിന്ത്യ ശക്തിയുള്ളതുമായ, അതിന് കയ്യും കാലും ഒന്നുമില്ല. അപ്പം പിന്നെ ഒരു രൂപം എന്ന് പറയുന്നതുമില്ല. അതുകൊണ്ടാണ് ഓച്ചിറയിൽ പരബ്രഹ്മത്തിന് അങ്ങനെ ഒരു ആൽത്തറയിൽ അങ്ങനെ വെച്ചിരിക്കുകയാണ്. ഉണ്ട് എന്നുള്ളൊരു സങ്കല്പമാണ്, ബിംബങ്ങളൊന്നുമില്ല. അപ്പൊ ബ്രഹ്മത്തിനെ പറ്റിയാണ് ഈശ്വരൻ. അതാണ് ഈശ്വരൻ. അതാണ്ട് അടുത്ത സ്റ്റേജാണ് ഈശ്വരൻ. അതിന് കയ്യും കാലും ഒന്നുമില്ല. നമ്മൾ ഈശ്വരന് കയ്യും കാലും എല്ലാം വെച്ചാരും പറയുന്നുണ്ടെങ്കിൽ അത് അജ്ഞത. അതിന് കൈകാലുകളില്ല. അതിൻ്റെ ശക്തി അചിന്ത്യ ശക്തിയുള്ളതുമാണ്. ആ ശക്തി വിശേഷമാണ് ഈ പ്രപഞ്ചമെല്ലാമായി മാറിയത്. ഈ പ്രപഞ്ചത്തിൽ ചിലപ്പോൾ കാണിക്കുന്ന ആ പ്രളയമെല്ലാം നടക്കുന്ന സമയത്ത് നമ്മൾ അന്തം വിട്ട് നിന്നിട്ടില്ലേ? അതിൻ്റെ പിന്നിലുള്ള ആ ശക്തി വിശേഷമാണ് ആ ബ്രഹ്മം. ആ ബ്രഹ്മത്തെ എടുത്ത് നമ്മൾക്ക് ഇങ്ങനെ കൈമല കൊണ്ട് നടക്കാനൊന്നും പറ്റൂല. അല്ലേ? എവിടെയും കൊണ്ടുപോയിട്ട് അങ്ങനെ അവിടെയാണ് അതിന് അങ്ങനെ ഒരു ലിമിറ്റ് ഇല്ല. എവിടെയെങ്കിലും ഇന്ന സ്ഥലത്ത് ഉണ്ട് എന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ അത് മണ്ടത്തരമാണ്. അത് ലിമിറ്റ് ഇല്ലാത്ത ഒരു സംഗതിയാണ്. ഈ കലിയുക്കാലുമില്ല. അചിന്ത്യ ശക്തിയുള്ള, നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര ശക്തിയുള്ള സംഗതിയാണ്. അത് ഞാൻ തന്നെയാണ്. അപ്പൊ ഈ അവസ്ഥയിലെത്തുമ്പോൾ അത് ഞാൻ തന്നെയാണ്. ആ ഞാൻ എന്ന് പറയുമ്പോൾ ആരുമായിട്ട് ബന്ധം സ്ഥാപിക്കില്ല എന്നൊന്നും മനസ്സിലാക്കണം. അല്ലാതെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ബ്രഹ്മമാണ്, അതുകൊണ്ട് ഞാൻ നാളെയുള്ള എല്ലാവരോടും പറയുകയാണ് ഞാൻ ഈശ്വരനാണ്, ഞാൻ ബ്രഹ്മമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കില്ല. കാരണം എന്തുകൊണ്ട്? ഞാൻ ബ്രഹ്മമാണ്, മുമ്പിൽ നിൽക്കുന്ന ആളും ബ്രഹ്മമാണ്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അയാളും ബ്രഹ്മമാണ്. പിന്നെ അയാളോട് കയറിയിട്ട് ഞാൻ ബ്രഹ്മമാണ്, നീ ബ്രഹ്മമല്ല, നീ എൻ്റെ കീഴെയാണ് എന്നല്ല എങ്ങനെയാ? അല്ലെ ഉപദേശം നടത്തുക, അല്ലെ അനുഗ്രഹിക്കുക, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. കാരണം അങ്ങനെയുള്ള അവസ്ഥയിൽ ഞാൻ എത്തുമ്പോൾ എല്ലാം ബ്രഹ്മമാണ്. പിന്നെ മറ്റേതിനെ ഒന്നും വ്യത്യസ്തമായിട്ട് കാണാം. അതുകൊണ്ട് ആ ബന്ധനങ്ങൾ പിന്നെയില്ല. അപ്പം ചിന്തിക്കുന്നവർ ചിന്തിച്ചു കൊടുക്കുക. ഞാൻ ആർക്കും അറിയുവാനും മനസ്സിലാക്കുവാനും പറ്റില്ല. എന്നെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുവാനും അറിയുവാനും പറ്റില്ല. ആർക്കും പറ്റില്ല. വേദവ്യാസനും പറ്റില്ല ശരിയായ രൂപത്തിൽ. കാരണം രൂപവും ഭാവവും ഇല്ലാതെ ആ സംഗതിയെ നമുക്ക് ഭാവനയാ ഇങ്ങനെയൊന്നുണ്ട് എന്ന് ചിന്തിക്കുന്നതിനപ്പുറം നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്. ചെറുതിൽ ചെറുതാണ്. ചെറുതിൽ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ളത് ആ ബ്രഹ്മം എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ബ്രഹ്മം എന്ന് പറയുമ്പോൾ നമ്മളതൊരു ശാസ്ത്രത്തിലൂടെ സയൻസിലൂടെ നമുക്ക് കുറേയെല്ലാം മനസ്സിലാക്കാമെന്നല്ലാതെ അതിൻ്റെ രൂപത്തെ ശരിയായ നില എന്താണത് എന്ന് വ്യാഖ്യാനിക്കാൻ പറ്റില്ല. പക്ഷെ അതേസമയം ബുദ്ധി ഉപയോഗിച്ച് രൂപത്തിൽ അതിനെ ഉൾക്കൊള്ളാൻ പറ്റും. അത് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. പക്ഷേ എന്തുണ്ട്? എന്നെ ആർക്കും അറിയുവാനും മനസ്സിലാക്കുവാനും പറ്റില്ല. ബുദ്ധി കൂടാതെ സകലതും അറിയുവാനും കേൾക്കുവാനും, ബുദ്ധി കൂടാതെ സകലതും അറിയുന്നവനും കേൾക്കുവാനും കണ്ണില്ലാതെ കാണുവാനും എനിക്ക് കഴിവുണ്ട്. അതിന് ബുദ്ധിയൊന്നുമില്ല. പക്ഷേ സകലതും അതിനറിയാൻ പറ്റും. ബുദ്ധി ഇല്ലാതെ തന്നെ. അതിന് ബുദ്ധിയുണ്ടോ എന്ന് ചോദിച്ചാൽ തലയിലല്ലേ ബുദ്ധിയുള്ളത്. അതിന് അങ്ങനെ തലയുമില്ല, ഒന്നുമില്ല. അങ്ങനത്തെ ബുദ്ധിയില്ല. പക്ഷെ അതേസമയം അതിന് എല്ലാം അറിയുകയും ചെയ്യാം. ബുദ്ധിയില്ലാതെ എന്ന് പറയാൻ കാരണം ബുദ്ധി കൂടാതെ. ബുദ്ധി എന്ന് പറയുന്നത് ഒരു തലമണ്ടക്കകത്ത് വെച്ചിരിക്കുന്ന കുറേ ഒരു സിസ്റ്റമാണ്. അതിനങ്ങനെ തലയുമില്ല, ഒന്നുമില്ല. അതുകൊണ്ട് അതിന് ബുദ്ധിയൊന്നും ആവശ്യമില്ല. അല്ലാതെ തന്നെ അതിന് എല്ലാം അറിയാം. പിന്നെയോ കണ്ണില്ലാതെ കാണുവാനും എനിക്ക് കഴിവുണ്ട്. എനിക്ക് കണ്ണൊന്നുമില്ല, പക്ഷെ കാണുവാനും എനിക്ക് കഴിവുണ്ട്. ആ ബ്രഹ്മത്തിന് എനിക്ക് ആ അവസ്ഥയിലെത്തുമ്പോൾ, ബ്രഹ്മമായി മാറുമ്പോൾ
എല്ലാം കാണാനുള്ള കഴിവ് എനിക്കുണ്ട്. പക്ഷെ ഞാനിത് കണ്ടിട്ട് ആരോടും പറയാനും പോകുന്നില്ല, എഴുതി വെക്കാനും പോകുന്നില്ല. കാരണം ആ അവസ്ഥയിൽ ഇല്ല. അത് പ്രത്യേകം ഓർക്കണം. ആരെങ്കിലും കയറിയിട്ട് ഞാൻ ബ്രഹ്മമാണ്, ഇതാ ഇവിടെ പറഞ്ഞ മാതിരി ഞാൻ ബ്രഹ്മമായിട്ടുണ്ട്, എനിക്കെല്ലാം കാണാം, ഇതാ പറഞ്ഞ് എഴുതി വെക്കുകയാണെന്ന് പറഞ്ഞിട്ട് വേദവ്യാസൻ എഴുതി വെച്ച മാതിരി എഴുതി വെക്കാൻ വേദവ്യാസനും അത് പറ്റില്ല. വേദവ്യാസനെല്ലാം ബ്രഹ്മമല്ല, ആർക്കും പറ്റൂല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പം ആ അവസ്ഥയിലെത്തിയവൻ, ഇതെല്ലാം ത്യജിച്ചു പോയവന് അവസ്ഥയാണ്. കാണുവാനും എനിക്ക് കഴിവുണ്ട്. ഞാൻ തന്നെ വേദം സൃഷ്ടിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. ആ ശക്തിയാണ് വേദം സൃഷ്ടിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. വേദം എന്ന് പറയുന്നത് ശാസ്ത്രം, സയൻസ്. എപ്പോഴാണ് സൃഷ്ടിച്ചത്? വേദം എന്ന് പറയുന്നത് നമ്മൾ ഈ എഴുതി വെച്ച പുസ്തകമല്ല. പുസ്തകം പിന്നെ വേദവ്യാസൻ എഴുതിയതാണ്. വേദത്തിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ള എല്ലാ ശാസ്ത്രതത്വങ്ങൾ. പ്രപഞ്ചം ഏതിനെ കൊണ്ടാണോ സൃഷ്ടിച്ചത്, ആ ശാസ്ത്രതത്വങ്ങൾ ആദ്യം ഏതിൽ നിന്നാണ് വന്നത്? ആ ബ്രഹ്മത്തിൽ നിന്നാണ് വന്നത്. ഞാനിപ്പം ബ്രഹ്മമായ എന്നിൽ നിന്നാണ് വന്നത്, ആ ബ്രഹ്മത്തിൽ നിന്നാണ് വന്നത്. ആ ശാസ്ത്രം ഉണ്ടാക്കിയിട്ട് ആ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത്. ആ വേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉപദേശിക്കുകയും ചെയ്യുന്നു. അത് തന്നെയാണ് എല്ലാറ്റിനും. ആ വേദങ്ങൾ ജ്ഞാനം നേടുന്നത് അതിൽ നിന്നാണ് നേടുന്നത്. അല്ലാതെ ആരും സയൻസ് കണ്ടെത്തുന്നതല്ല. സയൻസ് സ്വയം ആരെങ്കിലും ഉണ്ടാക്കിയെടുത്തതല്ല. പ്രപഞ്ചത്തിലുള്ള രഹസ്യങ്ങൾ മനസ്സിലാക്കിയാണ്. അത് അവൻ്റെ ബുദ്ധിയിലൂടെ തെളിയിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതും ആ ശക്തിയാണ് തെളിയിപ്പിച്ചു കൊടുക്കുന്നത്. വേദങ്ങൾ എന്നെ സ്തുതിക്കുന്നു. ആ വേദത്തിലൂടെ എന്നെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വേദത്തിലൂടെ നിങ്ങൾ ഈ കയ്യും കാലും ഒന്നും ഇല്ലാതെ മനസ്സിലാക്കാൻ പ്രയാസമില്ലാത്ത ആ സംഗതി, ഒരു യന്ത്രം കൊണ്ടൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ആ സംഗതിയെ വേദത്തിലൂടെ നിങ്ങൾ മനസ്സിലാക്കാൻ, അതിനെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെ വർണ്ണിച്ച് പറയുകയാണ്. അതിലൂടെ നമ്മൾ ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. എനിക്ക് ജനന മരണ നാശമില്ല, ബ്രഹ്മത്തിന് ജനന മരണ നാശമില്ല. അതുമാതിരി ബ്രഹ്മ സാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാലും പിന്നെ ജനന മരണ അവനെ സംബന്ധിച്ചോളം ആ ബ്രഹ്മം എപ്പോഴും ഈ ശരീരമല്ല, ശരീരമെല്ലാം കളഞ്ഞിട്ടാണ് ഈ ബ്രഹ്മസാക്ഷാത്കാരം നേടുന്നത്. ഞാൻ ശരീര മനോബുദ്ധിക്കതീതനാണ്. ഞാൻ ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും എല്ലാം അതീതനാണ്. പാപപുണ്യങ്ങൾ എനിക്കില്ല, അതിന് പാപവുമില്ല പുണ്യമില്ല. എനിക്ക് ആകാശമോ ജലമോ ഭൂമിയോ ഒന്നുമില്ല. ആ ബ്രഹ്മത്തിന് അങ്ങനത്തെ പറ്റിയുള്ള ചിന്തയൊന്നുമില്ല. ആ മായകൾക്കെല്ലാം അതീതനാണ് ഞാൻ. ആകാശം ഭൂമി ഇങ്ങനെയെല്ലാം കാണുന്നതിനെല്ലാം അതീതനാണ് ഈ ബ്രഹ്മം. അതിനാൽ അവയവങ്ങളുടെ സഹായമില്ലാതെ ബുദ്ധിയുടെ കോണിലൂടെ പരമാത്മാ സ്വരൂപം അറിയുന്നവന് മാത്രം എന്നെ സാക്ഷാത്കരിക്കാനാകും. അതിനാൽ അവയവങ്ങളുടെ സഹായമില്ലാതെ, അതുകൊണ്ട് ബ്രഹ്മസാക്ഷാത്കാരം നേടുന്നവന് ഈ അവയവങ്ങളുടെ ഒന്നും ആവശ്യമില്ല. കണ്ണും വേണ്ട, കാലും വേണ്ട, കൈയും വേണ്ട, ഒന്നും വേണ്ട, നാഡികളും വേണ്ട. എല്ലാത്തിനെയും നിശ്ചലമാക്കണം. ഒന്നും കാണാൻ പറ്റാതെ, കണ്ണിൻ്റെ പ്രവർത്തനമൊന്നുമില്ല. കണ്ണുണ്ട്, കാണുമായിരിക്കും, പക്ഷെ അതിലൊന്നും താല്പര്യമില്ല. എല്ലാ അവയവങ്ങളെയും നിശ്ചലമാക്കിയിട്ട് ഇപ്പം സന്യാസത്തിലേക്ക് പോയി അവസാനം എല്ലാ ശരീരത്തെ മുഴുവൻ ത്യജിച്ച ആ അവസ്ഥയിലേക്ക് എത്തിച്ചിട്ട് ഇവിടെ സഹായമില്ലാതെ ബുദ്ധിയുടെ കോണിലൂടെ പരമാത്മ സ്വരൂപം അറിയുന്നവന് മാത്രം, മനസ്സിൽ ബുദ്ധിയുടെ ഒരു പ്രത്യേക കോണിലൂടെ എല്ലാം ബ്രഹ്മമാണ് എന്ന ഒരൊറ്റ ചിന്തയിലേക്ക്, അപ്പം ചിന്തയെല്ലാം ആ ബ്രഹ്മത്തിലേക്ക്, ബുദ്ധിയെല്ലാം പോയി വെറും ചിന്ത ബ്രഹ്മം എന്ന ഒരു ചിന്തയിലേക്ക് ഒതുങ്ങി വരും. അവന് മാത്രം എന്നെ സാക്ഷാത്കരിക്കാനാകും. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ ശരീരത്തെ മുഴുവൻ ത്യജിക്കണം. അതുകൊണ്ടാണ് ഭക്ഷണം ജീവൻ നിലനിർത്താൻ കഴിച്ച് ശരീരങ്ങളൊന്നുമില്ല, കാണാനും കഴിയുമ്പോൾ എല്ലാം നമ്മളെ ഉള്ളിൽ തന്നെ ചിന്തിച്ചുകൊണ്ട് അങ്ങനെ നടക്കണം. ഉള്ളിൽ തന്നെ ആ ബ്രഹ്മം, ആ ഒരു ബ്രഹ്മമേ പ്രപഞ്ചത്തിനുള്ളൂ എന്ന ഒരു ചിന്തയോടുകൂടി നടന്ന് ഒരൊറ്റ ചിന്ത വേറെ ഒന്നിലും പോകരുത്. അങ്ങനെ പോയി അവസാനം അതിൽ പോയി ലയിക്കുന്നവന്, ബുദ്ധിയെല്ലാം ആ ഒരൊറ്റ കേന്ദ്രത്തിൽ വരുന്നവന് ബ്രഹ്മസാക്ഷാത്കാരം നേടും. ഇതാണ് സന്യാസം, മോക്ഷം. എല്ലാതെ വഴിയില്ല. എല്ലാം ത്യജിച്ച് പോയിക്കൊള്ളുക. ബന്ധനങ്ങളൊന്നുമില്ല. എല്ലാം ബ്രഹ്മമാണ്. അതുകൊണ്ട് ഒരു ബ്രഹ്മം വേറെ ബ്രഹ്മത്തോട് ഒരു കടപ്പാടുമില്ല, സംസാരിക്കാൻ പോലും ഇല്ല.
ഇനി അടുത്തയിലേക്ക്. യഃ ശതരുദ്രിയമധീതേ സ അഗ്നിപൂതോ ഭവതി സ വായുപൂതോ ഭവതി സ ആത്മപൂതോ ഭവതി സ സുരാപാനാത് പൂതോ ഭവതി സ ബ്രഹ്മഹത്യാത് പൂതോ ഭവതി സ സുവർണസ്തേയാത് പൂതോ ഭവതി സ കൃത്യാകൃത്യാത് ഭൂതോ ഭവതി തസ്മാദവിമുക്തമാശ്രിതോ ഭവതി അത്യാശ്രമേ സർവദാ സകൃദ്വാ ജപേത് അനേന ജ്ഞാനമാപ്നോതി സംസാരാർണവനാശനം തസ്മാദേവം വിദിത്വൈനം കൈവല്യം ഫലമശ്നുതേ. ശതരുദ്രിയം അധ്യയനം ചെയ്ത് അഗ്നി, ജലം, ആത്മാവ് എന്നിവയെപ്പോലെ പരിശുദ്ധനാകുക. മദ്യപാനമെന്ന മഹാപാപത്തിൽ നിന്നും മുക്തനാകുക. ബ്രഹ്മഹത്യാപാപം, സ്വർണ്ണാപഹരണ പാപം ഇവയിൽ നിന്നും പരിശുദ്ധനാകുക. അതിലൂടെ സദാശിവ കൃപയ്ക്ക് പാത്രമാകുന്നവന് പരമതപസ്വികളെപ്പോലെ ഈ രഹസ്യം അധ്യയനം ചെയ്യുക. അതിലൂടെ മാത്രമേ സംസാര സാഗരം മറികടക്കുവാനാകുള്ളൂ. അതിലൂടെ മാത്രമേ യഥാർത്ഥ ജ്ഞാനം നേടുവാനാകൂ. അങ്ങനെയുള്ള അറിവ് ലഭിച്ചാൽ മോക്ഷഫലം ലഭിക്കും. ഹരി ഓം. ഇപ്പോൾ ഇവിടെ ശതരുദ്രിയം അധ്യയനം ചെയ്ത് അഗ്നി, ജലം, ആത്മാവ് എന്നിവയെ പോലെ പരിശുദ്ധനാവുക. അപ്പൊ യോഗികൾക്ക് വേണ്ടി മാത്രം, യോഗയിലേക്ക് ഇങ്ങനെ തിരിയുന്നവർക്ക് മാത്രമുള്ള ചില മന്ത്രങ്ങളുണ്ട്. ആ യോഗയിലൊക്കെ എല്ലാം പറഞ്ഞു പലയിടത്ത് പലതരത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിലൂടെ നമ്മൾ എന്തായി പോകണം? അഗ്നി പോലെയും ജലം പോലെയും ആത്മാവ് പോലെയും ശുദ്ധനാകാൻ ശ്രമിക്കണം. അഗ്നി ശുദ്ധമാണ്, പ്യുവറാണ്. അതുപോലെ നമ്മളും പ്യുവറാണ്. ഒന്നുമായിട്ട് ഒരു അറ്റാച്ചും ഇല്ല. ജലം പോലെ നിർമ്മലമാണ്, ശുദ്ധമാവുക. മദ്യപാനമോ എന്ന മഹാപാപത്തിൽ നിന്ന് മുക്തനാവുക. മദ്യം കുടിച്ചു കഴിഞ്ഞാൽ നമ്മളെ മനസ്സ് നമ്മളെ കൺട്രോളിലല്ല. അതുകൊണ്ടാണ് മദ്യം കുടിക്കണ്ട എന്ന് പറയുന്നത്. മദ്യം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മനസ്സിനെ അത് തോന്നുന്ന മാതിരിയാണ് പോകുക. അപ്പം മദ്യപാനമൊന്നും ഇതിന് പറ്റിയതല്ല. ബ്രഹ്മഹത്യാപാപം, സ്വർണ്ണാപഹരണ പാപം, ഇവ ആരെങ്കിലും ഹനിക്കുക, അല്ലെങ്കിൽ സ്വർണ്ണ അപഹരിക്കുക, സ്വർണത്തോടുള്ള താല്പര്യം, ഇവയിൽ നിന്നും പരിശുദ്ധനാവും. അതാ പറയുന്നതിന് പകരം ഒരാളുമായിട്ട് ശത്രുതയുമില്ല, ഒരു ചുക്കുമില്ല. സ്വർണാദികൾ ധനത്തിലൊന്നും ഒരു താല്പര്യമില്ല, വസ്തു പ്രോപ്പർട്ടിയിലൊന്നും എല്ലാം ത്യജിക്കണം. സദാശിവ കൃപ പാത്രമാകുന്നവർക്ക് പരമതപസ്വികളെപ്പോലെ ഈ രഹസ്യം അധ്യയനം ചെയ്യുക. എന്നിട്ട് നമ്മുടെ പൂർവികരെല്ലാം ആരെങ്കിലും ഇതേ പാതയിൽ പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ആ തപസ്സുകളെപ്പോലെ ഈ രഹസ്യം അധ്യയനം ചെയ്യുക. എപ്പോഴും ഈ ഒരു ചിന്തയിൽ കൂടി ബ്രഹ്മമേ ഉള്ളൂ, ബാക്കിയെല്ലാം അതിൻ്റെ മായയാണ്, ബന്ധനങ്ങളൊന്നുമില്ല. ഈ രഹസ്യങ്ങൾ, ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം അധ്യയനം ചെയ്യുക. അതിലൂടെ മാത്രമേ സംസാര സാഗരം മറികടക്കാൻ കഴിയൂ. സംസാര സാഗരം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ ഒന്നുമായിട്ട് ബന്ധം പാടില്ല. സന്യാസത്തിലേക്ക് തിരിയുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ അവർക്ക് അച്ഛനുമില്ല, അമ്മയുമില്ല, കുടുംബവുമില്ല, ഒന്നുമില്ല, അധ്യാപക ഗുരുവുമില്ല, ശിഷ്യനുമില്ല, ഒരു ചുക്കുമില്ല. വേണമെങ്കിൽ ആരെയും കീഴിൽ ഇത് ഉപദേശിക്കാൻ, ഇങ്ങനെയെല്ലാം പോടുന്ന ഉപദേശിക്കാൻ ഒരു കക്ഷി ഉണ്ടെങ്കിൽ ആ ഗുരുവുണ്ട്. അതും കുറച്ചു കാലത്തേക്ക് ഗുരു പറഞ്ഞു തരുന്നതേ കേൾക്കാൻ പറ്റും. പിന്നെ നമ്മൾ തന്നെ നമ്മളെ വഴിയിലോട്ട് പോകണം, ഏകനായിട്ട് പോകണം. വേറെ കൂട്ടൊന്നും പാടില്ല. കൂട്ടിൻ്റെ ആവശ്യമില്ല. നാം ബ്രഹ്മമാവുകയാണ്, പിന്നെ അതിലും വലിയ കൂട്ടത്തിനാണ്. അതിലൂടെ മാത്രമേ യഥാർത്ഥ ജ്ഞാനം നേടാനാവൂ. യഥാർത്ഥ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ പറ്റിയുള്ള ജ്ഞാനം. അങ്ങനെയുള്ള അറിവ് ലഭിച്ച മോക്ഷം ഫലം. അങ്ങനെയുള്ള അറിവ് ലഭിക്കുന്നവർക്ക് മാത്രമേ മോക്ഷം ലഭിക്കുകയുള്ളൂ. അപ്പം മോക്ഷം ലഭിക്കണ്ടെങ്കിൽ ഈ ഭൗതിക ലോകത്തിലെ എല്ലാം മതിയാക്കിയിട്ട് ഒരൊറ്റ പോക്കുള്ളൂ. ബ്രഹ്മമേ ശരണം. പിന്നെ തിരിഞ്ഞു നോക്കരുത്. പിന്നെ ഒരു ബന്ധവും സംസാരവുമായിട്ട് ഒരു ബന്ധവും പാടില്ല. ഇതാണ് മോക്ഷമാർഗം. അല്ലാതെ പകുതി കാലി ഇപ്പുറവും പകുതി ആത്മീയവും പകുതി കുടുംബ ജീവിതവും മറ്റേ ഭൗതിക ജീവിതവും സുഖ സൗകര്യങ്ങളും എല്ലാം ആയിട്ട് നടക്കുന്നതൊന്നും അപ്പരിപാടിയൊന്നും ആത്മീയമല്ല.
ആത്മീയമിതയുമുള്ളൂ. എല്ലാം ഒന്നിക്കൽ എല്ലാം തേച്ചിട്ട് ആത്മാവിനെയും ബ്രഹ്മത്തെയും അന്വേഷിച്ചുകൊണ്ട് പോയിക്കൊള്ളുക. അല്ലെങ്കിൽ നമ്മളെ സൃഷ്ടിച്ചത് ഇവിടെ കർമ്മം ചെയ്യാണ്, അവനവൻ്റെ കർമ്മവും ചെയ്തിട്ട് മരിക്കുന്നത് വരെ ജീവിക്കുക. ഇതാണ് രണ്ട് മാർഗമേ ഉള്ളൂ.